നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനത്തിലും ശേഷം 15 നാഴിക കർക്കിടകത്തിലുമാണ്. അപ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. വീട് വിട്ടു നിന്ന് അന്യദേശത്ത് നിന്നും തൊഴിലെടുത്ത് നല്ല സാമ്പത്തികമായ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിന് ദുരിതമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയമാണ്. കാരണം വ്യാഴപ്പഴം ഉണ്ടാകുകയും അതിനോടൊപ്പം തന്നെ ശത്രുദോഷം വർദ്ധിക്കുകയും ചെയ്യുക. ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും 12-ൽ ദുരിതത്തിലാണ്. എന്ന് വെച്ചെന്നാൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ ബാധകാധിപതിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടാകാം. സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിരോധം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. സുഹൃത്തുക്കളും സഹായികളുമായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം സ്ത്രീ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനോടൊപ്പം ദശാസംബന്ധമായിട്ട് സമയം കൂടി കുറച്ച് ദോഷമാണെങ്കിൽ വളരെ രീതിയിലുള്ള പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പോകാതെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. കാരണം ലഗ്നത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ് നിൽക്കുന്നത് 16-ാം തീയതി വരെ. അപ്പോൾ ഈ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ എടുത്തിയാട്ടം കൂടും, ദേഷ്യം കൂടും, ആവശ്യമില്ലാത്ത വാശി ഉണ്ടാകും. അപ്പോൾ ഈ വാശിയും ദേഷ്യവും ഒക്കെ കൂടുന്ന സമയത്ത് അത് കലഹം പോലെയുള്ള പ്രശ്നങ്ങളും മറ്റുള്ളവരെ എതിർക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് എത്തിച്ചേരാനും അത് വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ ഭാവിയിലേക്ക് എത്തിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ 12-ലാണ്. 10 രൂപ കയ്യിൽ കിട്ടിയ 20 രൂപ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുക. കർമ്മസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തായത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. 19-ാം തീയതി വരെ ബുധൻ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ പൂർവ്വപുണ്യ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. 4-ാം ഭാവത്തിൽ കേതുവായ കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിൽക്കുന്നവരെക്കാൾ കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ധനകാരകനായിരിക്കുന്ന വ്യാഴം 12-ാം ഭാവത്തിലായത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലൊക്കെ മെച്ചം വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഭാഗ്യാധിപതി ബലവാനാണ്. അപ്പം ഭാഗ്യാധിപതി അവിടെ നിന്നാലും ആ ഭാവത്തിന് ഭാഗ്യത്തെ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് സ്ഥായിയായിട്ടുള്ള ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ദൈവാധീനക്കുറവിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. അതേപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയൊക്കെ ചെയ്യണം. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വ്യായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ്. എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും ലഗ്നത്തിൽ ബുധശുക്ര യോഗമുള്ളത് കാരണം കൊണ്ടും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഗുണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും മാനസികമായ സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.